ഇത് അറിയാലോ ഹൈഡ്രോഫിക്സിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വീട്ടമ്മമാർക്കാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നേരാക്കുമല്ലോ, അവർ ഈ ഫിഷൊക്കെ നേരാക്കും. അപ്പോൾ ഈ മീനൊക്കെ നേരാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലൊരു സ്മെല്ല് നിൽക്കും. അപ്പോൾ അത് നമ്മൾ എത്ര ഹാൻഡ് വാഷ് യൂസ് ചെയ്താലും ആ സ്മെല്ല് പോവില്ല. അതുപോലെ വെളുത്തുള്ളി നേരാക്കി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഉണ്ടാവും. അതുപോലെ ചില പച്ചക്കറികൾ നേരാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ഒരു കറി കഴിച്ചു, ആ കറിയുടെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു എരിവിൻ്റെ കണ്ടന്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, എത്ര ഹാൻഡ് വാഷ് ചെയ്താലും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി നമുക്ക് ഈ ഒരു ഹൈഡ്രോഫിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി, നമ്മുടെ ഭാര്യ ആരെങ്കിലും മീൻ നേരാക്കിക്കൊണ്ട് കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കര കൂടുതലാണ് കയ്യിലെങ്കിൽ, ഇതൊരു പമ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്മെല്ല് പൂർണ്ണമായിട്ട് മാറും. പിന്നെ അവർക്ക് കൈ ഇൻഫെക്റ്റഡ് ആവുക അല്ലെങ്കിൽ പൊള്ളുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് തുളസി, അലോവേര, രാമച്ചം, ചെമ്പരത്തി, അതുപോലെ തന്നെ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്താണ്? സിട്രിക് ആസിഡാണ് നാരങ്ങ. അപ്പോൾ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് വളരെ നാച്ചുറലാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാം, അമ്മ ഇനി ധൈര്യത്തോടെ മീൻ നേരാക്കിക്കോട്ടോ, കാരണം അമ്മയ്ക്ക് ഈ ഹൈഡ്രോഫിക്സ് ഉണ്ട്. ഇത് അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ നാറ്റം ഇനി വീട് പരക്കില്ല എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇതൊരു നിങ്ങളും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങളൊരു തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. താങ്ക് യു.